എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഓൾറെഡി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളുടെ പ്ലസ് ടു രണ്ടാം വർഷത്തെ അല്ലെങ്കിൽ ഇക്വലൻ്റ് എക്സാമിനേഷൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിലവിൽ കേരള ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്നും റിസൾട്ട് ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ പറഞ്ഞ പ്രകാരമുള്ള ആ ഒരു മാർക്കുകൾ കറക്റ്റാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യുകയും വെരിഫൈ ചെയ്ത് അത് ഉറപ്പാണെങ്കിൽ അത് വെരിഫിക്കേഷൻ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഓൾറെഡി അതിൽ ലഭ്യമല്ലാത്ത റിസൾട്ടുകൾ ആണെങ്കിൽ നിങ്ങളുടെ മാർക്ക് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രണ്ടാം വർഷത്തെ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ മാർക്കാണ്, അതായത് എന്നീ വിഷയങ്ങൾക്ക് രണ്ടാം വർഷത്തിൽ ലഭിച്ച മാർക്കാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കെമിസ്ട്രി പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും പഠിച്ചിട്ടില്ലെങ്കിൽ ബയോടെക്നോളജിയുടെയും കെമിസ്ട്രിയും ബയോടെക്നോളജിയും കമ്പ്യൂട്ടർ സയൻസും പഠിച്ചിട്ടില്ലാത്തവരുടെ ബയോളജിയുടെയും മാർക്ക് പരിഗണിക്കുന്നതായിരിക്കും. ഇപ്രകാരം നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ആ ഒരു മാർക്ക് സ്റ്റാൻഡേർഡൈസേഷൻ പ്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ടായിരിക്കും ഈ ഒരു എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്ത് ാണ്. അപ്പോൾ 30-ാം തീയതി വൈകിട്ട് 3 മണി വരെയാണ് ഇതിനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭ്യമാകുക. നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്കോർ ഏതാണോ ആ ഒരു സ്കോറാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ടിൽ മാർക്ക് കൂടിയാൽ എന്ത് ചെയ്യും, അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏത് മാർക്കാണ്, അതായത് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചോ ആ ഒരു മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത്, അതായത് റാങ്ക് ലിസ്റ്റിന് മുമ്പ് തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ടുള്ള സൗകര്യം കീം വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള മാർക്ക് എന്താണോ ആ ഒരു മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു മാർക്ക് ലിസ്റ്റിൻ്റെ, അതായത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ആ ഒരു മാർക്ക് ലിസ്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ നിന്നും നിങ്ങൾക്ക് ആ ഒരു അതായത് മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാർക്ക് നൽകുന്നതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ce.kerala.gov.in എന്ന വെബ്സൈറ്റ്, അത് ce.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് നിങ്ങളുടെ മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് ENGG എന്ന മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നൽകുക. അപ്പോൾ ഏത് രീതിയിലാണ് മാർക്ക് നൽകേണ്ടത് എന്നുള്ള ഫോർമാറ്റ് ആ ഒരു പേജിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഫോർമാറ്റിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ മാർക്ക് നൽകേണ്ടതാണ്. മാർക്ക് നൽകിയ ശേഷം നിങ്ങളുടെ ആ ഒരു മാർക്ക് ലിസ്റ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി അതിൽ നിങ്ങളുടെ മാർക്ക് കാണുകയാണെങ്കിൽ നിങ്ങളത് പരിശോധിച്ച് അത് ഓക്കെയാണ്, അതിൽ മാറ്റമൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു മാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. തിരുത്തലുകൾ ആവശ്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ വെബ്സൈറ്റിൽ കാണിച്ചിട്ടുള്ള മാർക്കുകൾ മാർക്ക് ലിസ്റ്റിൽ നിന്നും വ്യത്യസ്തമാണ്, അല്ലെങ്കിൽ അതിൽ മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ശരിയായ മാർക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തി സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട പരീക്ഷാ ബോർഡുകൾ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിൽ ലഭ്യമാക്കിയിട്ടില്ലാത്ത പക്ഷം വിദ്യാർത്ഥികൾ അവരുടെ ബോർഡ്, പാസ്സായ വർഷം, രജിസ്റ്റർ നമ്പർ എന്നിവ രേഖപ്പെടുത്തുമ്പോൾ ദൃശ്യമാകുന്ന പേജിൽ ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ വെബ്സൈറ്റിൽ നിഷ്കർഷിക്കുന്നത് പോലെ രേഖപ്പെടുത്തി സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. വെബ് പേജിൽ കാണിച്ചിരുന്ന മാർക്കിൽ തിരുത്തലുകൾ വരുത്തേണ്ടി വരുന്ന വിദ്യാർത്ഥികളും ബോർഡ് ഡാറ്റ ലഭ്യമാകാതിരുന്നതിനാൽ മാർക്കുകൾ രേഖപ്പെടുത്തേണ്ടി വന്നവരും മാർക്കുകൾ സമർപ്പിക്കുന്നതിനോടൊപ്പം പ്ലസ് ടു അഥവാ തത്തുല്യ യോഗ്യതയുടെ മാർക്ക് ലിസ്റ്റ് PDF ഫോർമാറ്റിലുള്ളത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് രേഖകൾ വ്യക്തതയുള്ളതും വായിക്കാൻ കഴിയുന്നതും ആയിരിക്കണം എന്നുള്ളതും പ്രത്യേകം പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾ മാർക്ക് അപ്ലോഡ് ചെയ്ത ശേഷം മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഹാർഡ് കോപ്പി ആയിട്ടാണ് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഹാർഡ് കോപ്പി ഡൗൺലോഡ് ചെയ്ത് അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ